ഇനി നമുക്ക് ധ്യാനം അങ്ങോട്ട് മതിയാക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്യുക. ഏകപാദായേ സുഷിരാന്തസ്തേ ഇതാണ് കളസാസനം. കളസാസനോ? അതെന്താ ആസനോ സ്വാമി? കളസം എങ്ങനെ ഇടാമെന്ന് ആസനത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് കളസാസനം. എന്നിട്ട് സ്വാമി എന്താ ചെയ്യാത്തത്? നമ്മൾക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അതന്നെ, നമ്മളിത് ഉപയോഗിക്കാറില്ല. സ്വാമി, നമ്മുടെ ഗുരു എന്താ എത്ര നേരമായിട്ട് വരാത്തെ? ശിഷ്യന്മാരെ, കുരുക്കളയല്ല കുരു. രാവിലെ എനിക്ക് ഗുരു ആവരുതേ. ശിഷ്യന്മാരെ, ഗുരുവേ, നമുക്ക് ആരംഭിക്കാം. ആദ്യം നമുക്ക് മെയ്വഴക്കത്തെ കുറിച്ച് പഠിക്കാം. റെഡി? 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 എന്താ ഇത്? അയ്യോ, അറിയില്ലേ? ഈ സ്വാമിയുടെ ശരീരം ചൂടായ അപ്പ ചുഴലി വരും. ദൈവമേ, അറിയാതെ പറ്റിപ്പോയത്. ഒന്ന് തളർത്തി നിർത്ത്, ശരീരം തണുപ്പിക്കാൻ. ശിഷ്യന്മാരെ, ഇങ്ങനെ ഞാൻ തന്ന എക്സസൈസുകൾ നിങ്ങൾ കാണിച്ചാൽ നമ്മുടെ വയറുകൾ അകത്തെ കൊട്ടി നല്ല മൃദുത്വമുള്ള ശരീരമായി മാറും. ഈ എക്സസൈസുകൾ ഞാൻ 150ഓളം പ്രാവശ്യം ചെയ്യും. നിങ്ങൾ 10 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് കതച്ചു പോയി. പക്ഷെ ഞങ്ങളുടെ വയറൊക്കെ ഒട്ടിയിട്ടുണ്ട് പ്രഭു. അങ്ങയുടെ വയറ് മാത്രം ഇപ്പോഴും വീർത്ത് വരുന്നു. ഒരു സംശയം ഗുരു, ചോദിച്ചോളൂ. ഈ വയറ് പുറത്തേക്ക് ചാടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ വീട് വയറ് ചെയ്യുമ്പോൾ ആ വയറ് ഭിത്തിയിൽ വളരെ വൃത്തിയായിട്ട് ആണി അടിച്ചു വെക്കുക, അല്ലെങ്കിൽ വയറ് പുറത്തേക്ക് ചാടിപ്പോരും. അയ്യോ, ആ വയറിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ വയറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ വയറ് ചാടാതിരിക്കാൻ എനിക്കറിയാം. ഈ വയറ് ചാടാതെ നീ നോക്കിയാൽ മതി. ഗുരു, ഈ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരു? അതറിയില്ലേ? ഈ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യായിയെ സന്യാബി കഴിഞ്ഞു വരുന്നതാണ് സന്യാസി. നമ്മുടെ ഗുരുവിനെ സമ്മതിക്കണം. ഈ സന്യാസിമാരെപ്പോഴും വലിയ ബ്രഹ്മചാരികളായിരിക്കണം. എന്റെ അച്ഛനാരാണ്? അത് ശരി, ഗുരുവിന്റെ അച്ഛനാരാണെന്ന് ഗുരുവിനെ അറിയില്ലേ? എടാ, എന്റെ അച്ഛൻ വലിയൊരു ബ്രഹ്മചാരിയായിരുന്നു. എന്റെ അച്ഛന്റെ അച്ഛനാരാണ്? ആരാണ്? പിടികിട്ടാത്ത ഒരു ബ്രഹ്മചാരിയല്ലേ? അതെല്ലാം പോട്ടെ, ഈ ഞാനാരാണ്? ആരാണ്? ബില്ലിക്കോട്ട ഒരു ബ്രഹ്മചാരിയല്ലേ? ഒന്ന് പോ ഗുരു, ഒന്നും നുണ പറയാതെ. എന്നിട്ടാണ് ഗുരു കല്യാണം കഴിച്ച് ഗുരുവിന് 2 മക്കളുണ്ടല്ലോ. എടാ, ബ്രഹ്മചാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് പാരമ്പര്യമായിട്ട് ബ്രഹ്മചാരികളല്ലേ? എടാ, എന്റെ ബ്രഹ്മചാര്യം പാരമ്പര്യമായിട്ട് നീട്ടാൻ പറ്റിട്ട് എനിക്കും വേണ്ടടാ 2 ബ്രഹ്മം കുഞ്ഞുങ്ങളെ. ഞാനിവിടെ ഗുരുവിനെ വിളിച്ചാടാവേ. സ്വാമിയെ, അതായത് ഈ ആശ്രമത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? ഈ ആശ്രമത്തിൽ നിങ്ങൾ 4 എണ്ണം ഒഴികെ ബാക്കി എല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. സ്വാമി, ഈ ആശ്രമ പരിസരത്തെ ഞാൻ വീടി വലിച്ചാൽ പിഴയാകുമോ? ശിഷ്യ, ഈ ആശ്രമ പരിസരത്ത് നീ വീടി വലിച്ചാലും ഇല്ലെങ്കിലും നീ പിഴ തന്നെയാടാ, പിഴ. അതിന്റെ അർത്ഥം എന്താണ് ഗുരു? എനിക്കങ്ങ് അറിയാൻ പാടില്ല. ആട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചുകൊള്ളൂ. ഗുരു, എനിക്കൊരു സംശയം. എന്തിനാടാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? അയ്യോ, ഗുരുവിനല്ല. ഗുരുവിന്റെ വീട്ടിൽ നല്ല വെളുത്തു തുടുത്ത നല്ല ചുരുണ്ട മുടിയുള്ള ഒരു പെണ്ണിരിക്കുന്നു. അതേതാ? അതാണോ നിന്റെ സംശയം? വേലി തന്നെ വിളവ് തിന്നണം. ഗുരുവേ, എനിക്ക് മറ്റൊരു സംശയം. എന്നെയാണോ? അല്ലാന്നേ, ഗുരുവിന്റെ വീട്ടിൽ തന്നെ കറുത്ത് മെലിഞ്ഞ് പല്ലൊക്കെ പൊതിയ ഒരു വൃത്തിയായിട്ട പെണ്ണുണ്ടല്ലോ, അത് ഏതാണ് ഗുരു? അതാണ് എന്റെ പെണ്ണുമുള്ള. വെറുതെ അല്ല ഗുരു സന്യാസിയായി പോയത്. ഇത് പറയുമ്പോ എനിക്കൊരു തത്വമാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഒരു ദിവസം ഒരു കോഴിമുട്ട എടുത്ത് മുകളിലേക്ക് ഇട്ടു. അത് താഴെ വീണു, പൊട്ടിയില്ല. വീണ്ടും ആ മുട്ട എടുത്തു, ഞാൻ മുകളിലേക്ക് ഇട്ടു, താഴെ വീണു, പൊട്ടിയില്ല. വീണ്ടും ആ മുട്ട എടുത്ത് ഞാൻ മുകളിലേക്ക് ഇട്ടു, താഴെ വീണു, പൊട്ടി. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഒരു കാര്യം മനസ്സിലാക്കി ഗുരു. പറയൂ. ആദ്യത്തെ ദിവസം മുകളിലേക്ക് ഇട്ടു, പൊട്ടിയില്ല, അത് ഗുരുവിന്റെ ഭാഗ്യം. 2ാമത്തെ ദിവസം മുകളിലേക്ക് ഇട്ടു, പൊട്ടിയില്ല,
അത് ഗുരുവിന്റെ ആത്മവിശ്വാസം. ഇമ്പ്രത. മൂന്നാമത്തെ ദിവസം മുകളിലേക്ക് ഇട്ടു, അത് പൊട്ടി. അത് ഗുരുവിന്റെ അഹങ്കാരം. താറാവ് മുമ്പിൽ പോണു, അതിന്റെ പുറകെ വേറെ താറാവ്, അതിന്റെ പുറകെ വേറെ താറാവ്. അപ്പൊ ഈ മുമ്പിൽ പോണ താറാവ് എന്തെന്നാ പറയണത്? എന്റെ ശിഷ്യന്മാരെയൊക്കെ സമ്മതിക്കണം. ശിഷ്യന്മാരെ, attention. ശിഷ്യന്മാരെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഉന്നം പഠിക്കുന്നു. എന്ത് പഠിക്കുന്നു? ഉന്നം പഠിക്കുന്നു. എന്റെ കയ്യിലുള്ള ഈ ഡോക്ക് കൊണ്ട്, എന്തേ ഡോക്ക്, ഡോക്ക? ഗൈഡോക്ക്, കൈഡോക്കല്ല, കൈത്തോക്ക്. അതുകൊണ്ട് നമ്മൾ ഉന്നം പഠിക്കുകയാണ്. മനസ്സിലായി. ഗുരു ഗുരു ഗുരു, ദേ നമ്മുടെ അഭ്യാസങ്ങൾ ഒരുത്തൻ ഒളിച്ചു നിന്ന് കാണുന്നു. ദേ അവിടെ. ബോയ്സ്, അറ്റാക്ക്! അവനെ പൊക്കിക്കൊണ്ടുവരൂ. വിടാനാ പറഞ്ഞത്. ഗുരു, ഇവനാണ് അവൻ. ആരാ നീ? സ്വാമി ദ്രോണാചാര്യ, ദ്രോണാചാര്യ ജി, ദ സെന്റർ ഫോർ ഭാരതീയ കൾച്ചർ, എക്കണോമിക് ആൻഡ് വേദിക്. തേങ്ങാക്കൊല, മാങ്ങാത്തൊലി, മണ്ണാങ്കട്ട. A saint can be a rascal, but a rascal can never be a saint. പിന്നെ അതൊക്കെ ഇന്നലെ കഴിച്ചതല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. ഒരു സന്യാസിക്ക് തെമ്മാടിയാവാം, പക്ഷെ ഒരിക്കലും ഒരു തെമ്മാടിക്ക് സന്യാസിയാവാൻ പറ്റില്ലെന്ന്. കണ്ണി മേര മാർക്കറ്റിലും സെക്രട്ടേറിയറ്റിന്റെ പിന്നിലും 1.5 അണയ്ക്ക് കഞ്ചാവ് വിറ്റിടുന്ന ചരിത്രം ഉണ്ടല്ലോ തനിക്ക്. അത് തെളിയിച്ചിട്ട് ഈ ഏകലവ്യൻ മടങ്ങോ. ജസ്റ്റ് റിസംബർ ദാറ്റ്. അല്ല, ഈ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? ഐ ആം ഏകലവ്യൻ, കമ്മിങ് ഫ്രം ദിസ് ആശ്രമം. ഞാൻ കാണാൻ എനിക്ക്. അതെ, ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം. പറയൂ. അങ്ങാണ് എന്റെ ഗുരു. ഞാനാ? അതെ, അങ്ങ് ഈ ആശ്രമത്തിൽ ഇവരെ പഠിപ്പിക്കുന്നത് മുഴുവൻ അവിടെയുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് കണ്ടും കേട്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങയുടെ വൃത്തികെട്ട കോലം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിന്റെ മുമ്പിലിരുന്ന് ഞാൻ അഭ്യസിക്കാറുണ്ട് ഗുരു. അത് ഗുരു മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ഗുരുവിനൊരു ഗുരുദക്ഷിണ തന്നാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഗുരുദക്ഷിണ തരാമോ? അതെ. എന്റെ ദൈവം, എത്ര ദിവസമായി പട്ടിണിക്ക് ഇരിക്കട്ടെ. തന്നോളൂ, തന്നോളൂ. അതുകൊണ്ട് അങ്ങ് പറ, എന്ത് വേണം ഗുരുദക്ഷിണയായിട്ട്? എന്ത് വേണം ഗുരുദക്ഷിണ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. യെസ്, പറയൂ. എനിക്കൊരു ഗുരുദക്ഷിണ വേണം. ഗുരുദക്ഷിണ അങ്ങേക്ക് എന്ത് വേണം? ഞാൻ പറയാം. നീ കാഞ്ചി വലിക്കുന്ന ചൂണ്ടാണി വിരൽ എനിക്ക് വേണം. എന്താണ് വിരൽ? മനസ്സിലായില്ലേ? ഇല്ല. നീ കാഞ്ചി വലിക്കുന്ന ചൂണ്ടാണി വിരൽ എനിക്ക് വേണോന്ന്. മനസ്സിലായില്ല. എടാ, നീ കാഞ്ചി വലിക്കണ ഈ ചൂണ്ടാണി വിരലുണ്ടല്ല, അതെനിക്ക് വേണോന്ന്. ഈ വിരല് വേണം, അത്രേ ഉള്ളൂ. എന്നാ എന്നോടാ കളി.